ആരംഭിക്കുന്നത് നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി ആയിട്ടുള്ള കേരളയിൽ നിന്നാണ്. ഇനി വേൾഡ് മുഴുവൻ തരംഗമാകാൻ പോകുന്ന അല്ലെങ്കിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന MST ബ്ലോക്ക് ചെയിൻ, ആ ബ്ലോക്ക് ചെയിനിലേക്ക് ഇന്ന് വന്നിരിക്കുന്ന വ്യക്തികൾ ഒരു സാധാരണക്കാരല്ല എന്ന ബോധ്യത്തോടു കൂടി ഇരിക്കാൻ ഓർമ്മിക്കുകയാണ്. തീർച്ചയായും നമ്മൾ വന്നിരിക്കുന്നതിന്റെ മൂല്യം എന്താണെന്ന് ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾ ഇവിടുന്ന് മടങ്ങുമ്പോൾ നിങ്ങൾക്കത് പൂർണ്ണമായി മനസ്സിലാകും. അതുകൊണ്ട് നേരത്തെ സമയത്തിന്റെ കാര്യം പറഞ്ഞു. ഈ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നത് 5 മണിക്കാണ്. 5 മണി വരെ നിങ്ങൾ ഇരിക്കണം. നിങ്ങൾ ഒരു കാഴ്ചക്കാരല്ല എന്ന ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഏതെങ്കിലും ഒരു കമ്പനിയുടെ ഒരു സാധാരണക്കാരായിട്ടുള്ള ആളുകളല്ല. നിങ്ങൾ വി ആർ ഓണേഴ്സ് ആണ്, വി ആർ പാർട്ട്നേഴ്സ് ആണ്. വേൾഡ് പിടിക്കാൻ പോകുന്ന ഏറ്റവും വലിയ വ്യക്തികളാണെന്ന ബോധ്യത്തോടു കൂടി തന്നെ ഇവിടുത്തെ പ്രോഗ്രാമിൽ കൃത്യമായിട്ട് പങ്കെടുക്കുക എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമുക്കറിയാം, നമ്മൾ പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മൾ ഏത് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നമ്മൾ ഈശ്വരന് ഒരു പ്രാർത്ഥന നൽകിക്കൊണ്ട്, നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തെ പ്രാർത്ഥന നൽകിക്കൊണ്ട് ആണ് അതിനൊരു സോങ്ങിന് വേണ്ടിയിട്ട് നമ്മുടെ ഗ്രേറ്റ് കോർഡിനേറ്റർ ഹീന മാമിനെ ക്ഷണിച്ചോളൂ. എന്നും MST Thank you so much. Now let's talk about some of the use cases. We were talking about the blockchain, but now let's see how we can use the blockchain in real world. So every product has its own story. Let's say if I am building a phone, I have a phone company. Just an example. I'll have to collect glass to make screen. I'll have to collect silicon in order to make the processors. I'll have to collect PCB boards in order to make the motherboard. So every product comes out from somewhere. In order to keep a track on everything, companies have to follow compliances. They need to keep a record of everything to show government that they are making a good thing, not a corrupted one or not a expired one or not a wasteful thing. ഇതുവരെ കണ്ടിട്ടുള്ള കമ്പനികളൊക്കെ നമ്മൾ വന്നിട്ട് പൈസ ഇട്ടാൽ ഇത്ര കിട്ടും എന്ന് പറഞ്ഞ് വന്നിരുന്ന കമ്പനികളാണ്. ആദ്യമായിട്ടാണ് MST ബ്ലോക്ക് ചെയിൻ ആണ് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി വരുന്നത്. ബ്ലോക്ക് ചെയിനിലുള്ള തട്ടിപ്പുകളെ കുറിച്ചും എങ്ങനെ അതിനെ അവോയ്ഡ് ചെയ്യണം, ഇനി ആ രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് പരിപാടിയിലും പോകരുത് എന്ന രീതിയിൽ നിങ്ങൾക്ക് അവയർനെസ് കൊടുക്കാനാണ് ഇവിടെ നിന്ന് പൂരിൽ നിന്ന് ഇത്രയും ദൂരം വന്ന് ഇവിടെ ഈ ഒരു സെഷൻ നടത്തിയിരിക്കുന്നത്. ഓക്കെ. ആൻഡ് സെക്കൻഡ് തിങ്, വി ആർ ദ ഓണേഴ്സ്. हम लोग इस कंपनी के ओनर हैं, इस ब्लॉकचेन के हम लोग ओनर हैं, राइट? हम यानी सभी लोग, मैं नहीं. നമ്മൾ ഓരോരുത്തരും ആണ് ഈ ബ്ലോക്ക് ചെയിന്റെ ഓണർ. നമ്മൾ ഇതുവരെ കണ്ടുള്ള കമ്പനികളുടെ ഓണേഴ്സ് വേറെ ആളുകളാണ്, അവർ പറയുന്നത് നമ്മൾ ചെയ്യുന്നു. ഇതല്ല, ഇനി നമ്മളാണ് ഡിസൈഡ് ചെയ്യേണ്ടത് ഈ ബ്ലോക്ക് ചെയിൻ എത്ര ദൂരം പോകണം, എങ്ങനെ പോകണം എന്നുള്ളതൊക്കെ. ज़्यादा टाइम नहीं लूँगा आपको. आपका बहुत टाइम सुबह से टेक्निकल सेशंस एंड एवरीथिंग के लिए गया हुआ है. मैं एक सिंपल और लास्ट का एक सेंटेंस बोल के चाहता हूँ. आप यदि इस ब्लॉकचेन के ओनर हैं, आप इस टेक्नोलॉजी के ओनर हैं, तो क्या चाहेंगे आप? कितना शेयर होल्डिंग आपका होना चाहिए 100 में से? ഈ ബ്ലോക്ക് ചെയിൻ ഓണറായ സ്ഥിതിക്ക് നിങ്ങൾക്ക് ഈ ബ്ലോക്ക് ചെയിൻ എത്രത്തോളം ഷെയറുകൾ വേണം എന്നാണ് ചോദിക്കുന്നത്. कितना होना चाहिए? 100%. यहाँ पे 1000 से ऊपर वाले फ्रैक्शंस कितने हैं? 1000 മുകളിൽ ഫ്രാക്ഷൻ തേടി എത്ര പേരുണ്ട്? 1000 മുകളിൽ 1000. Which one? 1000 fractions.